ഗുഡ് മോർണിംഗ്. ഓല വിദ്യാലയത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണേഷ്. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് സോഷ്യോളജിയാണ്. നമ്മൾ സോഷ്യോളജി ആദ്യമായിട്ട് കേൾക്കുന്നൊരു വിഷയമായിരിക്കാം, പക്ഷേ ഇത് നമ്മൾ 5ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതുമായിട്ട് വളരെ കണക്കാണ് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി. അതായത് സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഒരു ഭാഗത്തെയാണ് സമൂഹം എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രായം കുറഞ്ഞൊരു വിഷയമാണ്. അതായത് അടുത്തിടെയാണ് സോഷ്യോളജി എന്ന വിഷയമായിട്ട് തന്നെ രൂപപ്പെട്ട് വരുന്നത്. അതേപോലെ തന്നെ സോഷ്യോളജിയിൽ ഒരുപാട് സോഷ്യോളജിസ്റ്റുകളുണ്ട്. സോഷ്യോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യോളജിയിൽ ഒരുപാട് പഠനങ്ങൾ നടത്തുകയും സോഷ്യോളജിയെ പറ്റിയിട്ട് ഒരുപാട് നിർവചനങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് സോഷ്യോളജിസ്റ്റുകളുണ്ട്. അഗസ്റ്റേ കോംറ്റെ, സെയിൻ സൈമൺ, എമിലി ഡർക്കെയ്ൻ, ഹെർബർട്ട് സ്പെൻസർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സോഷ്യോളജിസ്റ്റുകളുണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന പാഠങ്ങളിൽ പഠിക്കും. അഗസ്റ്റേ കോംറ്റെയാണ് സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അഗസ്റ്റേ കോംറ്റെ. സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമൂഹത്തെ പഠിക്കലാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും, സാമൂഹ്യ ഇടപെടലുകൾ നടത്തേണ്ട കാര്യങ്ങളുണ്ടാവും. അതായത് സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് തിരുത്താൻ പറ്റുന്ന, മാറ്റം വരുത്താൻ കഴിയുന്ന പ്രശ്നങ്ങളുണ്ടാവും. അതിലൊന്നാണ് സാമൂഹ്യ ഇടപെടലുകൾ. അതായത് ഇപ്പോൾ നമ്മളെ വ്യക്തിപരമായ കാര്യങ്ങളിൽ സാമൂഹികമായിട്ട് പലരും ഇടപെടാറുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 10ാം ക്ലാസ് പാസ്സായി ഒരു വിഷയം തിരഞ്ഞെടുക്കും. എന്തിനാണ് അത് തിരഞ്ഞെടുക്കുന്നത്, എന്തുകൊണ്ട് ഇത് തിരഞ്ഞെടുത്തില്ല, അങ്ങനെ ഒരുപാട് ഇടപെടലുകൾ പല ആളുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. അതിനെയാണ് സാമൂഹ്യ ഇടപെടലുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ വളരുന്നതിന്, ഒരു വ്യക്തിയായി മാറുന്നതിന് അതിന് സമൂഹം ഒരുപാട് പങ്കുവയ്ക്കുന്നു. ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഒരു കാരണമാകാൻ തന്നെ സമൂഹത്തിന് കഴിയും. അതായത് നമ്മൾ വളരുന്നൊരു സമൂഹം ആണ് നമ്മുടെ സ്വഭാവവും എന്തൊക്കെയാണ് നമ്മളുടെ കാഴ്ചപ്പാടുകളും ഒക്കെ എല്ലാത്തിനെയും സ്വാധീനിക്കുന്നത് നമ്മുടെ സമൂഹം തന്നെയാണ്. ഇവയൊക്കെയാണ് നമ്മൾ സോഷ്യോളജിയിൽ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, പൊതു പ്രശ്നങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. അതായത് സോഷ്യോളജി. ഉദാഹരണത്തിന് തൊഴിലില്ലായ്മ ഒരാളുടെ വ്യക്തിപരമായ പ്രശ്നമാണെങ്കിൽ അത് സാമൂഹികമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഒരു സാമൂഹിക പ്രശ്നം തന്നെയാണ്. ഒരു സമൂഹത്തിൽ ജോലി ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു സാമൂഹിക പ്രശ്നം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളും ഒക്കെയാണ് നമ്മൾ സോഷ്യോളജി ചർച്ച ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു എന്നതേ ഉള്ളൂ. മറ്റൊരു ചോദ്യം വരുന്നത്, എന്തിനാണ് നമ്മൾ സോഷ്യോളജി പഠിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമൂഹിക ഇടപെടലുകൾ പറഞ്ഞു ഒരുപാട് ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെയുള്ള ഒരു ചോദ്യമായിരിക്കാം, നമ്മൾ എന്തിനാണ് സോഷ്യോളജി പഠിക്കുന്നത്? ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, എന്തിനാണ് സോഷ്യോളജി പഠിക്കുന്നത്? സോഷ്യോളജി പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നതിന് വേണ്ടി, സാമൂഹ്യ സ്ഥാപനങ്ങളുമായി മനുഷ്യ സമൂഹത്തിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കുന്നതിന്, പിന്നീട് കുറ്റകൃത്യ സമൂഹത്തെ പവിത്ര സമൂഹമാക്കുന്നതിന്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ, അതായത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ മാറ്റി നിർത്തി അതിനൊക്കെ ഇല്ലാതാക്കി ഒരു നല്ല സമൂഹമാക്കി എല്ലാവരെയും സഹായിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പരസ്പര സഹകരണത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാക്കി മാറ്റുന്നതിന് ഒക്കെ സോഷ്യോളജി പഠിക്കുന്നതിലൂടെ സഹായമാണ്. സംസ്കാരം, വിശ്വാസങ്ങൾ, സാമൂഹ്യ ഗണം തുടങ്ങിയ വൈവിധ്യങ്ങളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സംസ്കാരമോ
ഒരു മതവും അങ്ങനെ ഒന്നുമല്ല. എല്ലാം വളരെ വ്യത്യസ്തവും മാറ്റങ്ങളൊക്കെയുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മാറ്റങ്ങളെക്കുറിച്ചും വൈവിധ്യങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമൂഹ്യ പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി പഠിക്കുന്നതിനും പരിഹാര നിർദ്ദേശങ്ങൾ നൽകുന്നതിനും. അപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, സാമൂഹിക പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടും നമുക്ക് ഈ സോഷ്യോളജി ഒരുപാട് ഉപയോഗപ്പെടുത്താം. അടുത്ത പോയിന്റ് സാമൂഹ്യ ശാസ്ത്രപരമായ സങ്കല്പം, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സാമൂഹ്യ ശാസ്ത്രപരമായ സങ്കല്പം കൊണ്ടുവരുന്നത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള സി റൈറ്റ് മിൽസ് ആണ്. സാമൂഹ്യ ശാസ്ത്ര സങ്കല്പം എന്ന വിഷയം കൊണ്ടുവരുന്നത്. സാമൂഹ്യ ശാസ്ത്രപരമായ സങ്കല്പത്തിൽ വ്യക്തിയും സമൂഹവും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിനെ പറ്റി വിവരിക്കുന്നു. നമ്മളെ അനുഭവങ്ങളും സമൂഹത്തിന്റെ വിശാലതയും തമ്മിലുള്ള ബന്ധത്തെ വ്യക്തമായിട്ടുള്ളൊരു അവബോധമാണ് ഇതിൽ കാണിക്കുന്നത്. അത് എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു, സമൂഹവും നമ്മളെ അനുഭവങ്ങളും സമൂഹവും ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതൊക്കെ ഇതിൽ വിവരിക്കുന്നുണ്ട്. എന്ത് കാര്യത്തെ പറ്റിയും സാമൂഹ്യപരമായിട്ട് വീക്ഷിക്കാനുള്ള ഒരു കഴിവാണ് സാമൂഹ്യ സങ്കല്പം എന്ന് പറയുന്നത്, സാമൂഹ്യ ശാസ്ത്രപരമായ സങ്കല്പം എന്ന് പറയുന്നത്. സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള ഒരു സങ്കല്പമുള്ള ഒരാൾക്ക് മുന്നോട്ട് പോകാനും തീരുമാനങ്ങൾ എടുക്കാനും സോഷ്യോളജിക്കലി സാമൂഹ്യ ശാസ്ത്രപരമായ ഭാവനയുള്ള ഒരാൾക്ക്, സങ്കല്പമുള്ള ഒരാൾക്ക് സാമൂഹികമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും സ്വയം മുന്നോട്ട് പോകാനും കഴിയും. അതിന് ഏറെ സഹായം ചെയ്യും. സമൂഹത്തെക്കുറിച്ച് നമുക്കൊരു വീക്ഷണം ഉണ്ടാകും, സമൂഹത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകും. ആ കാഴ്ചപ്പാട് എങ്ങനെയാവണമെന്ന് ഈ സങ്കല്പം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഉള്ളത്. ഇന്ന് നമ്മൾ സോഷ്യോളജിയിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് എടുത്തത്. എന്താണ് സോഷ്യോളജി എന്നുള്ളത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ സോഷ്യോളജി നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സോഷ്യോളജി എങ്ങനെയൊക്കെയാണ് നമ്മളുമായിട്ട് സോഷ്യോളജി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നും എന്താണ് സോഷ്യോളജി എന്നുള്ളതും എന്തിനാണ് സോഷ്യോളജി നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതും സാമൂഹ്യ ശാസ്ത്രപരമായ സങ്കല്പം എന്താണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ എടുക്കുന്നതാണ്. താങ്ക് യു.